വൈഗ കേസിൽ വൈഗയുടെ അച്ഛൻ സനു മോഹൻ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. 2021 മാർച്ച് 21-നുണ്ടായ സംഭവമാണ്. വൈഗയുടെ അച്ഛൻ സനു മോഹൻ തന്നെ കുഞ്ഞിനെ ഫ്ളാറ്റിലെത്തിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അതിനിപ്പോൾ കേസിൽ വിധി 2 വർഷത്തിനും 7 മാസത്തിനു ശേഷം കേസിൽ വിധി വരികയാണ്. 13 വയസ്സുകാരിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ അച്ഛൻ സനു മോഹൻ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. സനുവിനെതിരായിട്ടുള്ള എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് കോടതിയിൽ നിന്നും ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. IPC 302, 328, 201, ജജ ആക്ട് 75, 77 എന്നീ വകുപ്പുകൾ പ്രതിക്കെതിരെ നിലനിൽക്കുമെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. ശിക്ഷാവിധിയിൽ വാദം ഉച്ചയ്ക്ക് ശേഷം നടക്കും. ശ്യാം പ്രസാദ് ഉത്തമൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ശ്യാം, ഇതാ അങ്ങനെ സനു മോഹൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. സനുവിനെതിരായിട്ടുള്ള കുറ്റങ്ങൾ, ഏതൊക്കെ കുറ്റങ്ങളാണ് തെളിഞ്ഞിട്ടുള്ളത്? എന്താണ് കോടതിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? പക്ഷേ വൈഗ കൊലക്കേസിൽ പ്രതി സനു മോഹനെതിരെ ചുമത്തിയ എല്ലാ കുറ്റങ്ങളും നിലനിൽക്കുമെന്ന് തന്നെയാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ശിക്ഷാവിധിയിൽ വാദം ഉച്ചയ്ക്ക് ശേഷം നടക്കും. പ്രധാനമായിട്ടും കോടതി ഇതിൽ നിലനിൽക്കുന്ന കുറ്റങ്ങൾ IPC 302, 328, 201, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 75, 77 എന്നീ വകുപ്പുകളാണ് പ്രതിക്കെതിരെ നിലനിൽക്കുന്നത് എന്നാണ് പ്രധാനമായും കോടതി കണ്ടെത്തുക. ഇതിൽ ഈ പറയുന്ന പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഇയാൾക്കെതിരെ ചുമത്തിയത്, അതായത് കുട്ടിയെ കൊലപ്പെടുത്തി അതോടൊപ്പം തന്നെ കുറ്റം ചെയ്യാനുള്ള ഉദ്ദേശത്തോടു കൂടി മദ്യം നൽകി, മറ്റൊന്ന് ഈ തെളിവ് നശിപ്പിക്കാൻ ഇദ്ദേഹം ശ്രമിച്ചു, ബാലനീതി നിയമപ്രകാരം കുട്ടികളോടുള്ള ക്രൂരത, കുട്ടികൾക്ക് ലഹരി നൽകൽ എന്നീ പ്രധാനപ്പെട്ട വകുപ്പുകളാണ് ചുമത്തിയിരുന്നത്. ഈ വകുപ്പുകളെല്ലാം തന്നെ നിലനിൽക്കും എന്ന് തന്നെയാണ് നിലവിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. മാർച്ച് 21-നാണ് ഈ സംഭവം നടക്കുന്നത്. 2021 മാർച്ച് 21-ന് വൈഗ എന്ന് പറയുന്ന ഈ 10 വയസ്സുകാരിയെ ഭാര്യയെയും മകളെയും ബന്ധുവീട്ടിൽ കൊണ്ടുപോയ ശേഷം തുടർന്ന് ഈ കുട്ടിയെ തിരികെ കൊണ്ടുവരികയും ഇയാൾ താമസിച്ചിരുന്ന കങ്ങരപ്പടിയിലെ ഫ്ളാറ്റിലെത്തിച്ച് കുട്ടിക്ക് മദ്യം നൽകി ബോധരഹിതയാക്കിയ ശേഷം തുടർന്ന് ഇയാൾ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം മുട്ടാർ പുഴയിൽ കൊണ്ടേ തള്ളിയ ശേഷം അയാൾ കടന്നു കളയുകയാണ് ഉണ്ടായത്. പിന്നീട് പിറ്റേ ദിവസം ബന്ധുക്കളാണ് ഈ അച്ഛനെയും മോളെയും കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരാതി നൽകുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടക്കുന്നു. അങ്ങനെ വൈഗയുടെ മൃതദേഹം മുട്ടാർ പുഴയിൽ നിന്ന് കണ്ടെത്തുന്നു. ആ ഘട്ടത്തിൽ കരുതിയിരുന്നത് ഈ സനു മോഹനും കുട്ടിക്കൊപ്പം മരിച്ചിട്ടുണ്ടാകും എന്നതായിരുന്നു. എന്നാൽ പിന്നീട് ഇയാളെ സുഹൃത്തുക്കളും മറ്റുമൊക്കെ ചോദ്യം ചെയ്യലിൽ നിന്നാണ് ഇയാൾക്ക് സാമ്പത്തിക ബാധ്യതയും മറ്റുമൊക്കെ ഉണ്ടായിരുന്നതായും ആളുകൾക്ക് പണം കൊടുക്കാനുണ്ടായിരുന്നു എന്നൊക്കെ മനസ്സിലാകുന്നു. അങ്ങനെ ഈ കുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം ഇയാൾ മറ്റൊരിടത്ത് മറ്റൊരാളായി ജീവിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയായിരുന്നു ഇയാൾ ഈ പദ്ധതികളെല്ലാം തന്നെ പ്ലാൻ ചെയ്തത്. ഇയാൾ ഈ പറയുന്ന കളമശ്ശേരിയിൽ ഇയാൾ മൊബൈൽ ഉപേക്ഷിച്ചു പോകുന്നു. പിന്നീട് ആ ഒരു മൊബൈൽ മറ്റൊരു ഇതര സംസ്ഥാന തൊഴിലാളി കിട്ടുകയും അയാളുടെ ബീഹാറിലേക്ക് കൊണ്ടുപോവുകയും അങ്ങനെ തെളിവെടുപ്പിന്റെ ഭാഗമായിട്ട് മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ, അതായത് 5ഓളം സംസ്ഥാനങ്ങളിലടക്കം ഇയാൾ മൂകാംബികയിൽ പോകുന്നു, കർണാടകയിൽ പോകുന്നു, അങ്ങനെ പലയിടങ്ങളിൽ ചുറ്റിക്കറങ്ങി. 1 മാസത്തിന് ശേഷമാണ് ഈ പ്രതിയെ പോലീസിനെ പിടികൂടാൻ കഴിയുന്നത്. കർണാടകയിലെ കാർവാറിൽ നിന്നാണ് പ്രതിയെ പിടികൂടുന്നത്. കർണാടക പോലീസിന്റെ സഹായത്തോടുകൂടി പ്രതിയെ പിടികൂടിയപ്പോഴും ഇദ്ദേഹം ആദ്യഘട്ടത്തിലൊന്നും ഇത് സമ്മതിച്ചില്ല. പിന്നീട് ഒടുവിൽ ഇയാൾക്ക് സമ്മതിക്കേണ്ടി വന്നു. അപ്പോഴും ഇയാൾ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യം പണം കടം കൊടുക്കാനുണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മകളെ മറ്റാരെയും ഏൽപ്പിക്കാനില്ലായിരുന്നു. അതിന്റെ അങ്ങനെയാണ് ആ മകളെ കൊലപ്പെടുത്തിയതെന്നായിരുന്നു ഇദ്ദേഹം പോലീസ് നൽകിയ ഒരു മൊഴി. എന്തായാലും നിലവിൽ ഈ സനു മോഹൻ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. സനു മോഹനെതിരെ ചുമത്തിയിട്ടുള്ള എല്ലാ വകുപ്പുകളും നിലനിൽക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ കെ സോമൻ ഇപ്പോൾ വിധി പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഈ ശിക്ഷാവിധിയിലുള്ള വാദം ഉച്ചയ്ക്ക് ശേഷം നടക്കും. ശ്യാം, ഈ പ്രോസിക്യൂഷൻ ഉന്നയിച്ചിട്ടുള്ള വാദങ്ങളെല്ലാം തന്നെ കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. IPC 302, 328, 201 ജുഡീഷ്യൽ ജസ്റ്റിസ് ആക്ട്, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം 75, 77 എന്നീ വകുപ്പുകളൊക്കെ പ്രതിക്കെതിരെ നിലനിൽക്കുമെന്ന് കോടതി കണ്ടെത്തുമ്പോൾ ഈ വകുപ്പുകൾ പ്രകാരം എത്രമാത്രം പരമാവധി പ്രതിക്ക് ലഭിക്കാവുന്ന ശിക്ഷ എങ്ങനെയാണ് ശ്യാം? നിലവിൽ ഈ വകുപ്പുകളിൽ പ്രധാനമായിട്ടും വധശിക്ഷയും അതോടൊപ്പം തന്നെ ജീവപര്യന്തം ഉൾപ്പെടെ നൽകാം. അത് ഏതൊക്കെ തരത്തിലാകും എന്നതാണ് ഇനി അറിയേണ്ടത്. മിക്ക വകുപ്പുകളിലും പ്രധാനമായിട്ടും ജീവപര്യന്തം ഉൾപ്പെടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എത്ര ജീവപര്യന്തം ഉണ്ടാകും എന്നിങ്ങനെയുള്ള വിശദമായിട്ടുള്ള ആ ഒരു ഇനി ശിക്ഷാവിധി വന്ന ശേഷം മാത്രമേ അത് പറയാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഈ ശിക്ഷാവിധിയിന്മേലുള്ള വാദം ഉച്ചയ്ക്ക് ശേഷം നടക്കും. ഈ സംഭവത്തിൽ ഈ പറയുന്ന രീതിയിൽ
2000-ലധികം പേജുകളുള്ള കുറ്റപത്രം, പഴുതടച്ച കുറ്റപത്രം, ഏകദേശം 97ഓളം വരുന്ന സാക്ഷികൾ, അതോടൊപ്പം തന്നെ മറ്റ് ഉപസാക്ഷികൾ, മറ്റ് ഡിജിറ്റൽ തെളിവുകൾ എന്നിങ്ങനെയുള്ള രേഖകളടക്കം തയ്യാറാക്കിയാണ് തൃക്കാക്കര പോലീസ് കൈമാറിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു കൃത്യമായ രീതിയിൽ അതിന്റെ വിചാരണ കാലയളവ് മുന്നോട്ട് പോയി. അതിനുശേഷമാണ് ഇപ്പോൾ ഏകദേശം 2 വർഷത്തിനിടയിലാണ് 1.5 വർഷത്തിൽ കൊണ്ട് തന്നെ ഇതിൽ ഇപ്പോൾ കോടതിയിലെത്തി ഇതിൽ ശിക്ഷാവിധി പ്രഖ്യാപിക്കുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അന്വേഷണ സംഘം വിവിധ സംസ്ഥാനങ്ങളിലടക്കം പോകേണ്ടി വരുന്നു. അതായത് ഈ കൊച്ചിന്റെ അച്ഛൻ തന്നെ ഈ കുട്ടിയെ കൊലപ്പെടുത്തിയത്, അതായത് ഈ സ്വാഭാവികമായിട്ടും ആദ്യഘട്ടത്തിലേക്ക് കരുതിയിരുന്നത് ഈ കുഞ്ഞിനൊപ്പം അച്ഛൻ കൂടി മരിച്ചിട്ടുണ്ടാകാം എന്നതായിരുന്നു ആദ്യഘട്ടത്തിൽ കരുതിയത്. അങ്ങനെ പിന്നീട് 2 ദിവസക്കാലം ആ പുഴയിൽ തിരച്ചിലൊക്കെ നടത്തുകയും ചെയ്തതാണ്. അതിനുശേഷമാണ് ഇയാളാണ് ഈ കുട്ടിയെ കൊലപ്പെടുത്തിയത് എന്ന തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്ക് മറ്റുമൊക്കെ പോലീസ് എത്തുന്നു. അതിനുശേഷം പിന്നീട് ഏകദേശം 1 മാസം വേണ്ടി വന്നു ഈ സനു മോഹനെ പോലീസിനെ പിടികൂടാൻ. അത്രയേറെ കൃത്യമായ രീതിയിൽ പ്ലാനിങ്ങോടുകൂടി നടത്തിയ ഒരു കൊലപാതകം. സ്വാഭാവികമായിട്ടും കൃത്യം നടത്തണം എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഭാര്യയെ കൊണ്ട് ബന്ധുവീട്ടിലാക്കുകയും തുടർന്ന് അമ്മാവനെ കാണിക്കാൻ എന്ന രീതിയിൽ ഈ കുഞ്ഞുമായി തിരികെ വരികയും ഒക്കെ ചെയ്തത്. അതിനുശേഷം കങ്ങരപ്പടിയിലെ ഫ്ളാറ്റിലാണ് ഇയാൾ താമസിക്കുന്നത്. ആ ഫ്ളാറ്റിൽ വെച്ച് ഈ കുഞ്ഞിന് മദ്യം നൽകിയ ശേഷം ബോധരഹിതയാക്കിയ ശേഷം ക്രൂരമായ രീതിയിൽ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. അതിനുശേഷം അദ്ദേഹം ആ കാറിൽ കൊണ്ടുവന്ന ഈ കുട്ടിയുടെ മൃതദേഹം മുട്ടാർ പുഴയിൽ തള്ളിയ ശേഷം ഇയാൾ കടന്നു കളയുകയാണ് ചെയ്തത്. മൂകാംബികയിലും കർണാടകയിലും ഒക്കെ ഇയാൾ മാറി മാറി താമസിച്ചു. തന്നെ പിടിക്കപ്പെടും എന്ന ഘട്ടത്തിലാണ് ഇയാൾ പല സ്ഥലങ്ങളിലേക്കുമൊക്കെ പോയത്. 3-4 സ്റ്റേറ്റുകളിൽ ഇയാൾ മാറി താമസിച്ചു. അങ്ങനെ നീണ്ട നാളുകൾക്ക് ശേഷം 1 മാസത്തിനിടയിൽ ഇയാളെ പിടികൂടുന്നു. ഏകദേശം കാർവാർ, അതായത് കർണാടകയിലെ കാർവാറിൽ നിന്ന് കർണാടക പോലീസിന്റെ സഹായത്തോടു കൂടിയാണ് ഇയാളെ പിടികൂടുന്നത്. ഇയാൾക്ക് മുമ്പ് ഈ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2017 മുംബൈയിലൊരു കേസുണ്ടായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് പിന്നീട് ഈ വൈഗ കൊലക്കേസിൽ ഇയാളെ പിടികൂടിയ ശേഷം വീണ്ടും മുംബൈയിലേക്ക് കൊണ്ടുപോവുകയും ആ കേസിൽ മറ്റ് നടപടികളുമൊക്കെ നേരിട്ട ഒരു വ്യക്തി കൂടിയാണ്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം ഇന്ന് ഇത് സംബന്ധിച്ച് വിശദമായ വിധിയുണ്ടാകും. ഈ ശിക്ഷാവിധിയിൽ വാദം ഇന്ന് തന്നെ അറിയാൻ കഴിയും. വാദം പൂർത്തിയായ ശേഷം കെ സോമൻ ഇത് സംബന്ധിച്ച വിധി പ്രസ്താവം നടത്തും.